നമസ്കാരം. ഒരു വിസ എടുത്താൽ ഒന്നിലധികം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുമോ? അതോ ഓരോ രാജ്യത്തേക്കും പ്രവേശിക്കാൻ വ്യത്യസ്ത വിസ എടുക്കേണ്ടതുണ്ടോ? വർഷങ്ങളായി വിനോദസഞ്ചാരികളും വ്യവസായ സംരംഭകരും ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ വ്യവസായ ടൂറിസം മേഖലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന ഏകീകൃത വിസ നടപ്പാക്കാൻ പോകുകയാണ്. ഇനി ഒരു വിസ എടുത്താൽ 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയും. ഏകീകൃത വിസ എന്ന പേരിൽ 6 GCC രാജ്യങ്ങൾ, അതായത് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഒന്നിച്ച് 2023 നവംബറിൽ എടുത്ത തീരുമാനമാണിത്. എന്താണ് ഏകീകൃത വിസ? എന്തെല്ലാമാണ് ഏകീകൃത വിസയുടെ നടപടികൾ? ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഈ വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാനാകും? എന്ന് മുതലാണ് ഏകീകൃത വിസ നൽകി തുടങ്ങുക? 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവേശനം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇതിൽ എങ്ങനെയൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്ന ഏകീകൃത ടൂറിസം വിസയ്ക്ക് 2023 നവംബർ ആദ്യവാരം ഒമാനിൽ നടന്ന GCC രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രിതല സമിതിയാണ് അംഗീകാരം നൽകിയത്. ഇതേ തുടർന്ന് 2024 ജനുവരിയിൽ നടന്ന ഗൾഫ് സഹകരണ ഉച്ചകോടി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും തുടർ നടപടികൾക്കായി 6 രാജ്യങ്ങളിലെയും ആഭ്യന്തരമന്ത്രിമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ഒടുവിലാണ് ഷെൻഗൻ വിസയുടെ മാതൃകയിൽ GCC രാജ്യങ്ങളിലേക്ക് ഏകീകൃത വിസ നടപ്പാക്കാൻ GCC സുപ്രീം കൗൺസിൽ തീരുമാനിച്ചത്. ഷെൻഗൻ വിസ എടുത്താൽ 26 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനാകും. ഇതുപോലെ ഏകീകൃത വിസ എടുക്കുന്നവർക്ക് 6 രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുമാകും. 2023 നവംബർ 9 GCC ഉച്ചകോടിയിൽ UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗ അൽമാരിയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. പദ്ധതി നടപ്പാക്കുന്നതോടെ ഓരോ രാജ്യത്തേക്കും പ്രത്യേകം വിസയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം ചെലവും കുറയും. ഏകീകൃത വിസ വ്യവസായികൾക്കും ഗുണകരമാണ്. രാജ്യങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സഞ്ചാരത്തിന് വഴിയൊരുക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമാണ് എന്നാണ് വിലയിരുത്തൽ. ആദ്യഘട്ടത്തിൽ വിനോദസഞ്ചാരികൾക്കാണ് GCC രാജ്യങ്ങളിലേക്ക് ഒറ്റ വിസയിൽ പ്രവേശനം അനുവദിക്കുക. ടൂറിസ്റ്റ് വിസ നൽകി തുടങ്ങുന്നതോടെ ഈ രംഗത്തെ പോരായ്മകളും നേട്ടങ്ങളും മനസ്സിലാക്കാനാകും. ഇതുകൂടി പഠിച്ച് പരിഹരിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ ബിസിനസ്, തൊഴിൽ വിസകൾ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ ഏകീകൃത തൊഴിൽ വിസയല്ല നൽകുന്നത്. ഏകീകൃത തൊഴിൽ വിസ ഇല്ല എങ്കിലും പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന തീരുമാനമാണിത്. ടൂറിസ്റ്റ് വിസയിൽ മറ്റ് തടസ്സങ്ങളോ കാലതാമസമോ ഇല്ലാതെ 6 രാജ്യങ്ങളിൽ ഈ ഒരൊറ്റ വിസയിൽ സഞ്ചരിക്കാനാകും. നിലവിൽ GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ പ്രവേശനം അനുവദിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.